നിർത്തിയിട്ടിരുന്ന ബസ്സിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിപിടിയിൽ. ഷിരൂരിൽ നിന്നാണ് പ്രതി ദത്താത്രേയ ഗാഡയെ പിടിച്ചത്. രാകേഷ് ചേരുന്നു. രാകേഷ്, എന്താണ് സംഭവം? രഞ്ജിത്ത്, പുലർച്ചെ 1:30 പൂനെയിലെ ഷിരൂരിലെ ഗുണദ് ഗ്രാമത്തിൽ നിന്ന് ഈ പ്രതിയെ പോലീസ് കസ്റ്റഡി എടുത്തത്. മുംബൈ ക്രൈംബ്രാഞ്ചാണ് ഇയാളെ കസ്റ്റഡി എടുത്തത്. കാരണം ഈ സംഭവം നടന്ന 2 ദിവസത്തിന് ശേഷമാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുലർച്ചെ 1:30 നിർണായകമായ അറസ്റ്റിലേക്ക് മുംബൈ പോലീസ് കടന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഈ പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയായിരുന്നു. ഏതായാലും ദത്താത്രേയ ഗാഡെ ഈ പ്രദേശത്ത് തന്നെ ഉണ്ട്, സ്വന്തം ഗ്രാമത്തിൽ തന്നെ ഉണ്ട് എന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു തെരച്ചിൽ നടന്നിരുന്നത്. പ്രത്യേകിച്ച് കരിമ്പിൻ പാടങ്ങളിൽ ഇയാൾ ഒളിച്ചിട്ടുണ്ടെന്ന വിവരം ആദ്യം പോലീസിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടന്നു. അതിനുശേഷം ഇന്നലെ രാത്രി ഇയാൾ ഭക്ഷണത്തിനായി സമീപത്തെ ഒരു വീട്ടിലെത്തി. ഈ വീട്ടുടമസ്ഥൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുലർച്ചെ 1:30 അറസ്റ്റിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. ഏതായാലും ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. നേരത്തെ 6 കേസുകളിൽ പ്രതിയാണ് ഇയാൾ എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. കാരണം കഴിഞ്ഞ ബുധനാഴ്ച ഉണ്ടായ ഈ സംഭവം അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടവരിച്ചിരുന്നു. ബുധനാഴ്ച കാലത്ത് പുലർച്ചെ ഏതാണ്ട് 5:30 ഈ സംഭവം നടക്കുന്നത്. അതായത് സത്താറയിലെ ഗ്രാമത്തിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു 26 വയസ്സുള്ള യുവതി. ഇവർക്ക് പക്ഷേ തെറ്റായ വിവരം ഇവരെ നൽകുകയായിരുന്നു. അതായത് സത്താറയിലേക്കുള്ള ബസ്സാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച ഒരു ബസ്സിൽ കയറ്റുകയും പിന്നീട് ഇയാൾ ബലാത്സംഗത്തിന് ഇരയാക്കുകയുമായിരുന്നു. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധം, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര സർക്കാർ, ദേവേന്ദ്ര ഫഡ്നവിസ് സർക്കാരിനെതിരെ പ്രതിപക്ഷമടക്കം വലിയ വിമർശനം ഉന്നയിച്ചു. ഇത് തുടർന്നാണ് 13 സംഘങ്ങളെ ഇത് അന്വേഷിക്കാനായി പോലീസ് നിയോഗിച്ചത്. ഒപ്പം തന്നെ വിവരം നൽകുന്നവർക്ക് പാരിതോഷികം അടക്കം പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും 2 ദിവസത്തിന് ശേഷം ഇപ്പോൾ അറസ്റ്റിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും, മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. രഞ്ജിത്ത്, ശരി.